ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സാമിന് പലപ്പോഴും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ ഷോർട്ട് എസ് എ ടൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണിത്. അതായത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം ഐറ്റംസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. നമുക്കറിയാം, നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ തരുന്ന ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അക്കൗണ്ട്സ് ചെയ്യുന്നത്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, സോ ഇഫ് നത്തിങ് ഈസ് മെൻഷൻ റിഗാർഡിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് ഒരു ഇൻഫർമേഷനും നമുക്ക് തരുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? സോ ഹിയർ ദ പ്രോഫിറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. ഓക്കെ, 2 പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ദറ്റ് ഈസ് 1:1. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് ഓണർക്ക് കൊടുക്കുന്നതാണ്. സാധാരണ അതിൻ്റെ റേറ്റ് ഡീഡിൽ സ്പെസിഫൈ ചെയ്യും. ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ്, ആ റേറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ ബിസിനസ് എന്ത് പ്രൊവൈഡ് ചെയ്യില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യില്ല. ആൻസർ നോ എന്നാണ്. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി പ്രൊവൈഡഡ് ടു ദി പാർട്ട്ണർ. ദ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞാൽ നമുക്കറിയാം, ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ പർപ്പസിന് പാർട്ട്ണർ എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ബിസിനസ് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡീഡിൽ അത് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ പാർട്ട്നേഴ്സ് എന്ത് കൊടുക്കേണ്ടതില്ല? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല. ആൻസർ നോ എന്നാണ്. ഓക്കെ, ദെൻ റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ. ഓക്കെ, നമുക്കറിയാം പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവാം? അവർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം, പല ജോലികൾ ചെയ്യുന്നുണ്ടാവാം. സോ അതിൻ്റെ റെമ്യൂണറേഷൻ, സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ വേജസ്, ഇതിനെക്കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ ദേ വർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി റെമ്യൂണറേഷൻ. ഇവിടെയും ആൻസർ നോ എന്നാണ്. അവർക്ക് ഒരു റെമ്യൂണറേഷനും പ്രൊവൈഡ് ചെയ്യില്ല. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്ണർ. ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള മുഴുവൻ പാർട്ട്ണറും പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഓൾറെഡി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇൻ സെർട്ടൈൻ സർക്കംസ്റ്റാൻസസ്, ചില അവസരങ്ങളിൽ പാർട്ട്ണർ ബിസിനസ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യും. ചില ക്രൈസിസ് സിറ്റുവേഷനിൽ പാർട്ട്ണർ എന്ത് ചെയ്യും? ബിസിനസ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യും. ആ ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്നും ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ല എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഹിയർ വി ഹാവ് ടു ഗിവ് 6% ഓഫ് ഇൻട്രസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ റേറ്റ് പ്രത്യേകം ഓർത്തിരിക്കുക. 6% ഓഫ് ഇൻട്രസ്റ്റ് ടു ബി ഗിവൺ ടു ദി പാർട്ട്ണർ ഇഫ് വി ഗോട്ട് ലോൺ ഫ്രം പാർട്ട്ണർ. പാർട്ട്ണർ അടുത്ത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ റേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, വി ഹാവ് ടു ഗിവ് 6% ഓഫ് റിട്ടേൺ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത ക്വസ്റ്റ്യൻ. പാർട്ട്ണർ ഓഫ് എ ഫേം വിഡ്രൂ 6,000 rupees during the year. The accountant has charged 300 rupees as interest on the same at 10% of rate of interest. Is it correct? If yes or no, show the calculation. ഓക്കെ, ഒരാൾ ബിസിനസ്സിൽ നിന്ന് 6,000 രൂപ പിൻവലിച്ചു. അക്കൗണ്ടന്റ് ചാർജ് ചെയ്തത് 300 രൂപയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ കാണിക്കണം. തെറ്റാണെങ്കിൽ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ കാണിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. സോ പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇയറിൽ, ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇയറിൽ ഒരു പാർട്ട്ണർ 6,000 രൂപ പിൻവലിച്ചു. 6,000 രൂപ പിൻവലിച്ചു. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് 10%. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6,000 into 10% ചെയ്യുന്ന സമയത്ത് നമുക്ക് 600 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. ബട്ട് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് ഈസ് നോട്ട് ഗിവൺ. ഹിയർ date of drawings is not given. അങ്ങനെ തരാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യും അത് പകുതിയിലാണ്, ഒരു ഇയറിന്റെ പകുതിയിലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കാൽക്കുലേറ്റ് ചെയ്യും. സോ the rate, I mean interest is equal to
interest is equal to 6,000 into, okay, rate of interest എത്രയാണ് 10% into 6/12 is equal to 300 rupees. So നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിലീപ് ആൻഡ് വിപിൻ are partners and Dilip's capital is 10,000 rupees. Vipin's capital is 6,000 rupees. Okay. Interest is payable at 6% per annum. Okay. Vipin is entitled to a salary of 300 per month. Okay. Profit for the current year before interest and salary to Vipin is 8,000 rupees. Okay. So we are required to divide the profit between Dilip and Vipin. Means indirect ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാനാണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഓക്കെ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. നമുക്കറിയാം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, so by profit and loss account. Okay, profit and loss account. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണെന്നാണ്. 8,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ എത്രയാണ്? 6%. സോ നമുക്ക് 2 സൈഡിലൊക്കെ 2 ഇൻട്രസ്റ്റ്. ഓക്കെ, interest on capital, interest on capital. Okay, ഓരോരുത്തരും ക്യാപിറ്റൽ കൊടുക്കേണ്ടതുണ്ട്. വാട്ട് അബൌട്ട് ദിലീപ്? ഓക്കെ, ദിലീപ്, in case of Dilip, he is entitled to get 6% of 10,000 means 600 rupees. Then what about Vipin? Okay, Vipin. Okay, he is also entitled to get 6% of 6,000. So it will be 360 rupees. But total എത്ര വന്നു? ഇൻട്രസ്റ്റ് 960 rupees. Okay, 960 rupees ഇൻട്രസ്റ്റ് കൊടുക്കണം. ദെൻ മറ്റെന്തെങ്കിലും എക്സ്പെൻസ് പറയുന്നത് നോക്കാം. ഓക്കെ, ഉണ്ട്. ഇവിടെ വിപിന് സാലറി കൊടുക്കുന്നുണ്ട് 300 per month. സോ സാലറിയെ ഡെബിറ്റ് ചെയ്യണം ടു വിപിൻ സാലറി. അല്ലെങ്കിൽ ഓക്കെ, വിപിൻ സാലറി മന്ത്ലി 300 rupees ആണ്. സോ ഇയർലി കാണാൻ നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഹിയർ ആൻസർ വിൽ ബി 3,600. ഓക്കെ, 3,600 rupees. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗ്രേറ്റർ സൈഡ് ക്രെഡിറ്റ് സൈഡ് ആണ്. 8,000 ഞാൻ ടോട്ടൽ എടുത്തു. സെയിം ടോട്ടൽ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു 8,000. ഓക്കെ, ദെൻ ടേക്ക് ദ ഡിഫറൻസ്. ഓക്കെ, 8,000 മൈനസ് 3,600 മൈനസ് 960. ദെൻ ദിസ് വിൽ ഗിവ് യു ദ ഡിഫറൻസ് amount 3,440 rupees. 3,440 രൂപ അല്ലേ? 8,000 നിന്ന് 3,600 കുറച്ചു, 960 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3,440 ആൻസർ കിട്ടും. ദിസ് ഈസ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ആൻഡ് സാലറി. സോ ഇതെന്ത് ചെയ്യണം? നമ്മൾ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് സൈഡ് ഹെഡിങ് പോലെ എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ട് ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും? ഇത് ദിലീപിന് കൊടുക്കണം. ഓക്കെ, ദിലീപിന് കൊടുക്കണം. അതേപോലെ വിപിന് കൊടുക്കണം. വിപിന് കൊടുക്കണം. സോ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? 3,440 ഇൻറ്റു അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ല. എങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? 1:1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ 3,440 ഇൻറ്റു 1/2. സോ 1,720. Okay, 20 rupees. Okay, 20 rupees. Then in case of Vipin, 1,720. Okay. Okay, next question. Aparna, Samira are partners sharing profits in the ratio of 3:2 with a capital of 80,000 and 50,000 respectively. രണ്ടുപേർക്കും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്ന 80,000ഉം 50,000 എന്ന് പറയുന്നത്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
മാത്രമല്ല സമീറ ഈസ് ടു ബി അലൗഡ് ആൻ ആനുവൽ സാലറി ഓഫ് 12,000 rupees. സമീറയ്ക്ക് 12,000 രൂപ ആനുവൽ സാലറി ആയിട്ട് ആര് കിട്ടുന്നുണ്ട്? സമീറയ്ക്ക് കിട്ടുന്നുണ്ട്. സമീറയ്ക്ക് ഡ്യൂറിംഗ് ദി ഇയർ 1718 ദ പ്രോഫിറ്റ് പ്രയർ ടു കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബട്ട് ആഫ്റ്റർ ചാർജിങ് സമീറ സാലറി എമൗണ്ട് ടു 80 rupees. ഇങ്ങനെ പറയുന്ന സമയത്ത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, 80,000 സാലറി before charging interest on capital, but after charging സമീറാസ് സാലറി അങ്ങനെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് സമീറയുടെ സാലറി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതിൽ എന്ത് ചെയ്തിട്ടില്ല? ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. സോ നമ്മുടെ യഥാർത്ഥ പ്രോഫിറ്റ്, ഓക്കെ, റിയൽ നെറ്റ് പ്രോഫിറ്റ് അറിയണമെങ്കിൽ ഈ വാല്യൂവിൻ്റെ കൂടെ, ഓക്കെ, ആഫ്റ്റർ ചാർജിങ് സമീറ സാലറി എന്ന് പറഞ്ഞാൽ സമീറയുടെ സാലറി ഇതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്, അത് ആഡ് ബാക്ക് ചെയ്യണം. സോ 12,000 രൂപയാണ്. ഓക്കെ, 12,000 രൂപ ഞാൻ ഈ 80,000 ആഡ് ബാക്ക് ചെയ്തപ്പോൾ എനിക്ക് റിയൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ദറ്റ് ഈസ് 92,000. ഓക്കെ, ദിസ് ഈസ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആഫ്റ്റർ ചാർജിങ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻ ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മൾ അതിൻ്റെ റിയൽ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആ ചാർജ് ചെയ്യപ്പെട്ട കോസ്റ്റിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, എക്സ്പെൻസിനെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഈസ് എലിജിബിൾ ഫോർ കമ്മീഷൻ ഓഫ് 5% ഓഫ് ദി പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സമീറ സാലറി. ഓക്കെ, പ്രോഫിറ്റിന്റെ 5% നമ്മൾ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ബിസിനസ്സിൽ ഡ്രോയിങ്സ് ആണ് അതിലുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 6,000 ആൻഡ് 3,000. ഓക്കെ, ദെൻ ചാർജ് ഇൻട്രസ്റ്റ് 8% ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് 8% നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ അപ്രോപ്രിയേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നെറ്റ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 92,000 നമ്മൾ ഐഡന്റിഫൈ ചെയ്താണ്. സോ ദിസ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് appropriation account. Okay, this is credit side, this is debit side. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇറ്റ് വാസ് 92,000. ഇനി നമുക്ക് ഡെബിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ, നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ആണ്. 6% എന്തിൻ്റെ? ഇവരുടെ ക്യാപിറ്റലിൻ്റെ. എത്രയാണ് ക്യാപിറ്റൽ? 80,000 50,000 ആണ് ക്യാപിറ്റൽ. അപ്പോൾ അപർണ ആൻഡ് സമീറ രണ്ടുപേരുടെയും ക്യാപിറ്റൽ 80ഉം 50ഉം ആണ്. അതിൻ്റെ 6% നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് എഴുതണം. ഓക്കെ, സോ ഡെബിറ്റ് സൈഡിൽ എഴുതി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻ കേസ് ഓഫ് അപർണ 80,000 into 6/100 is equal to 4,800. Okay, then in case of Samira it was 50,000 into 6/100 is equal to 3,000 rupees. Total 7,800 rupees as interest on capital. Profit കുറയുന്ന ഐറ്റമാണ്, അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയത്. നെക്സ്റ്റ് ഐറ്റം നോക്കാം. Then Samira is to be allowed rupees 12,000. ഓക്കെ, ആനുവൽ സാലറി. ഓക്കെ, ആനുവൽ സാലറി ആയതുകൊണ്ട് നമ്മൾ അതിലൊന്നും ചെയ്യാനില്ല, നേരെ നമുക്ക് എഴുതാം. ഓക്കെ, സമീറ സാലറി is equal to 12,000 rupees. Then during the year, okay, prior profit പറ്റി പറയുന്നുണ്ട്. ഓക്കെ, after Samira amount 80,000 is eligible for rupees and is eligible for commission, okay, of profit before charging Samira salary. ഇപ്പോൾ സമീറയുടെ സാലറി ചാർജ് ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 92,000ൻ്റെ 5% നമുക്ക് കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നില്ല അപർണയ്ക്കാണ് കമ്മീഷൻ എന്നുള്ളത് പറയുന്നില്ല. സോ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപർണ commission is equal to 92,000 into 5%. അപ്പം 10% എന്ന് പറയുന്നത് 9,200 ആണ്. സോ
4600 4600 5% എന്ന് പറയുന്നത്. സോ കമ്മീഷൻ നമ്മൾ വെച്ചു. ഇനി എന്തെങ്കിലും ഐറ്റം ഉണ്ടോ നമുക്ക് നോക്കാം. യെസ്, വി ഹാവ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, 8%, 6000-ന്റെ 8%, അതുപോലെ 3000-ന്റെ 8% നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എവിടെയാണ് ഡിസ്ക്ലോസ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് കൂടുന്ന ഐറ്റമാണ്. കൂടുന്ന ഐറ്റം ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് in case of Aparna, in case of Samira. Okay, amount ചെക്ക് ചെയ്യാം. 6000 and 3000. ഓക്കെ, അപ്പം 6000 into 8%. ഓക്കെ, 4800, സോറി 480 രൂപ. 480 രൂപ. വാട്ട് അബൌട്ട് Samira? It was 3000 into 8/100. 240 രൂപ. ടോട്ടൽ 600-ഉം 720 രൂപ. 720 രൂപ. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് ഇനി ബാലൻസ് ചെയ്യാം. ഓക്കെ, 92,720. സെയിം ടോട്ടൽ ഇവിടെ പ്ലേസ് ചെയ്തു. 92,720. ഇനി നമുക്ക് ഓക്കെ ബാലൻസ് കാണാം. ഓക്കെ, സോ ദിസ് വിൽ റിസൾട്ട് 92,720 നിന്ന് ഈ എമൗണ്ട് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 68,320. ഓക്കെ, 68,320. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 പാർട്ട്നേഴ്സിനും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B and C are partners in a firm sharing profit and losses in the ratio of 5:3:2. Okay, with a condition that C will get a guaranteed minimum amount of 6,000 and A and B will bear any excess over 1/5 going to Mr. C in the ratio of 2:1. Okay. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. പ്രത്യേകത അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇതിലൊരു സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് സി, അപ്പം ഈ സീനെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ടു ഗീവ് 6,000 rupees മിനിമം. ഓക്കെ, മിനിമം 6,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഈ സി എന്ന് പറയുന്ന പാർട്ട്ണർ കൊടുക്കണം. ഈ ഒരു പാർട്ട്ണർക്ക് പർട്ടിക്കുലർ ഇയറിൽ അദ്ദേഹത്തിന്റെ ഷെയർ 6,000-ൽ കുറവാണെങ്കിൽ ആ ഡിഫറൻസ് ആര് കൊടുക്കണം? എയും ബിയും ചേർന്ന് കൊടുക്കണം. ഏത് റേഷ്യോയിൽ? 2:1. ഓക്കെ, അപ്പം ഇത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നേരെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം ഈ കേസിൽ മിനിമം 6,000 ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ദിസ് ഈസ് ഡെബിറ്റ് സൈഡ് and credit side. So നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ദാറ്റ് ഈസ് 50,000. okay, profit during the year was 50,000. so profit and loss account നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതി that is 50,000. okay, so നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും അല്ലെങ്കിൽ വേറെ അപ്രോപ്രിയേഷൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ 50,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, 50,000. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ഓക്കെ, 50,000, then same total 50,000. so the profit available to distribution will be 50,000. so ഈ 50,000 നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദിസ് ഇസ് ഡെബിറ്റ് കോളം, ദിസ് ഇസ് ക്രെഡിറ്റ് കോളം. ഓക്കെ, സോ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ഏസ് ക്യാപിറ്റൽ. ഓക്കെ, ഏസ് ക്യാപിറ്റൽ എക്ക് പോകുന്ന എമൗണ്ട് എത്രയായിരിക്കും? ദറ്റ് ഈസ് 50,000 ഇൻറ്റു നമ്മുടെ ഷെയർ എത്രയാണ്? 5/10. ഓക്കെ, 5/10 is equal to 25,000. okay, 25,000 ആർക്ക് പോവും? എക്ക് പോവും. then in case of B, okay, B's capital പോകുന്നത് 50,000 ഇൻറ്റു ബിയുടെ ഷെയർ എത്രയാണ്? 3/10. okay, ഇൻറ്റു 3/10 is equal to 15,000.
ദെൻ സിയുടെ കേസിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻ കേസ് ഓഫ് സി ഇസ് ഇക്വൽ ടു സീസ് ക്യാപിറ്റലിലേക്ക് പോകുന്നത് 50,000 into 2/10 ഇസ് ഇക്വൽ ടു 10,000. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി നമ്മൾ ഗ്യാരണ്ടി ചെയ്ത എമൗണ്ടിനേക്കാളും മീൻസ് 6,000-നേക്കാളും കൂടുതലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റും വരുത്തേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ and prepare the capital account of Mr. Ganesh and find out his share of profit. Okay, ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ സാധാരണ നമ്മൾ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? ക്ലോസിംഗ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വിച്ച് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഉദ്ദേശം എന്തല്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കലല്ല. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാ നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ആൻഡ് കമ്മീഷൻ. സോ നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്താണ്? ഷെയർ ഓഫ് പ്രോഫിറ്റ്. എത്രയാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ പ്രോഫിറ്റ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, നമുക്കറിയാം പ്രോഫിറ്റിന്റെ എമൗണ്ട് എപ്പോഴും വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, പ്രോഫിറ്റ് എമൗണ്ട് അല്ലെ, ഷെയർ ഓഫ് പ്രോഫിറ്റ് എപ്പോഴും എവിടെ വരിക? ക്രെഡിറ്റ് സൈഡിലാണ്. സോ ബാക്കി എല്ലാ വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ എല്ലാ വാല്യൂസും നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി? ബാലൻസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ മിസ്സിംഗ് ഫിഗർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്തിട്ട് പ്രോഫിറ്റിന്റെ ഷെയർ നമുക്ക് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ബൈ പ്രിപ്പയറിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്, by putting all this value into capital account, you can find the value of share of profit. Okay, ഇതിനെ മുഴുവനും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓരോന്നും എങ്ങോട്ട് പോകും നമുക്കറിയാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് സൈഡിലേക്ക് പോകും. ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം അതെപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ദെൻ ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദി ഇയർ ക്യാപിറ്റൽ കുറയുന്ന ഐറ്റമാണ്, ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ കുറയുന്ന ഐറ്റമാണ്, ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അഡീഷണൽ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്, ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്, ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. സാലറി ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ദിസ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദിസ് ഇസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ദിസ് ഇസ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ആദ്യം ഞാൻ ബാലൻസ് ബ്രോഡ് ഡൗൺ ആണ് എഴുതുന്നത്. ഓക്കെ, ബാലൻസ് B/T. ഓക്കെ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? ഇറ്റ് വാസ് 1 lakh rupees. ഓക്കെ, ഇറ്റ് വാസ് 1 lakh rupees. ഓക്കെ, ഞാൻ 1 lakh rupees ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് ഇൻഫർമേഷൻ അഡീഷണൽ ക്യാപിറ്റലിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സീക്വൻസ് അനുസരിച്ച് പോവാം. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ 2 lakh rupees ആണ്. ഓക്കെ, നമുക്കറിയാം ക്ലോസിംഗ് ക്യാപിറ്റൽ. സോ എപ്പോഴും ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. നമ്മളെപ്പോഴും ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തത് അല്ലേ. ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ് പറഞ്ഞത്? 2 ലക്ഷം രൂപ. ഓക്കെ, അത് ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡ്രോയിങ്സ് ഡ്യൂറിങ് ദി ഇയർ എത്രയാണ്? 30,000 ആണ്. ഡ്രോയിങ്സ് ക്യാപിറ്റൽ കുറയുന്ന ഐറ്റം ആണ്, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് 30,000 rupees ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ക്യാപിറ്റൽ കുറയുന്ന ഐറ്റമാണ്, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, 1,500. ഓക്കെ, 1,500. ഓക്കെ, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി നമുക്കറിയാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ ആണ്. സോ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് എഴുതണം? ബൈ ക്യാഷ് എന്ന് എഴുതണം. ഓക്കെ, സോ ദാറ്റ് ഈസ് 50,000 അല്ലേ. ഓക്കെ, 50,000 rupees ആണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്, ബൈ ക്യാഷ്. ഓക്കെ, എത്രയാണ്? 50,000. ദെൻ നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്, 2,500. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,500. 2,500. Then salary and commission. Okay, salary and commission.
commission. Okay, it was 3750. Okay, 3750. Okay, അപ്പം നമുക്ക് തന്നിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ ഇൻസേർട്ട് ചെയ്തു. സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബട്ട് ദിസ് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സൈഡും ഈക്വൽ ആവണം. സോ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം, ഈ സൈഡ് ടോട്ടൽ ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഓക്കെ, 2 lakh plus 30,000, 2 lakh 30 plus 1,500, 2 lakh 31,500, 2 lakh 31,500. Okay, 2 lakh 31,500. ഓക്കെ, സോ നമ്മുടെ മിസ്സിംഗ് ഫിഗർ എന്ന് പറയുന്നത്, ഓക്കെ, മിസ്സിംഗ് ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്ത് കിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞു അതെന്താണ്, പ്രോഫിറ്റ് ആണ് അല്ലെ. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എത്രയാണെന്ന് നമുക്ക് അറിയില്ല. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ജസ്റ്റ് ടേക്ക് ദ ഡിഫറൻസ്. ഓക്കെ, 2,31,500 minus this value, minus this value, minus this value, and finally this value will get rupees 75,000 and 250. Okay, 250. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് HSC, ഓക്കെ, ഹയർ സെക്കൻഡറി എക്സാമിൽ മാർച്ച് 2012, ഓക്കെ, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്, ഓക്കെ, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. നമുക്ക് എന്ത് ഐഡിയ മതി, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഐഡിയ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അറ്റ് ബിഗിനിങ് വാസ് 35,000. ഓക്കെ, അയാളുടെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അയാളുടെ ക്യാപിറ്റൽ 35,000 രൂപയായിരുന്നു. വിച്ച് ക്യാരി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ at 10% per annum. ബിസിനസ് 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ കംസ് ടു 8,000. ഈ പാർട്ട്ണർക്ക് 8,000 രൂപ ഷെയർ ഓഫ് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. വിഡ്രോവൽ മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദി ഇയർ ഡ്യൂറിംഗ് ദി പീരീഡ് വാസ് 3,500. ഓക്കെ, അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് അയാൾ 3,500 പിൻവലിച്ചിട്ടുണ്ട്. And interest on drawings was calculated to be 475. 475 രൂപ അയാൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ടതുണ്ട്. സോ ഹിയർ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ഹിസ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. ഇയർ എൻഡിങ്ങിൽ അയാളുടെ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ യു ഹാവ് ടു പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് ഹാസ് ക്രെഡിറ്റ് സൈഡ് ആൻഡ് ഡെബിറ്റ് സൈഡ്. നമുക്കറിയാം ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, നമുക്ക് നോക്കാം എത്രയായിരുന്നു ക്യാപിറ്റൽ. സോ ഇറ്റ് വാസ് 35,000. ഓക്കെ, 35,000 രൂപയാണ്. ഓക്കെ, ആ 35,000 രൂപ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. തുടങ്ങുമ്പോൾ 35,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ക്യാപിറ്റൽ കൂടുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, കൂടുന്ന കാര്യങ്ങളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ക്യാപിറ്റൽ കുറയുന്ന കാര്യങ്ങളെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്ക് നോക്കാം നെക്സ്റ്റ് ഐറ്റം. ഓക്കെ, വിച്ച് ക്യാരി ഇൻട്രസ്റ്റ് ഓഫ് 10% പെർ ആനം. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്ത 35,000 മുകളിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. സോ അതിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കൂടുന്ന ഒരു ഐറ്റമാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സോ interest on capital is equal to 35,000 into 10% ആണല്ലോ, 10/100 is equal to 3,500. Okay, then next information നോക്കാം. Okay, and the share of profit during the year comes to 8,000. ഇയാൾക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് 8,000 രൂപ. ഓക്കെ,
8,000 രൂപ ലഭിച്ചിട്ടുണ്ട്. സോ അതിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. സോ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിന്റെ വോളിയം കൂടും. ഷെയർ ഓഫ് ലോസ് ആയിരുന്നെങ്കിൽ കുറഞ്ഞേനെ. സോ ഇവിടെ പ്രോഫിറ്റ് ആണ് ലഭിച്ചത്. നമുക്കറിയാം പ്രോഫിറ്റ് ലഭിക്കുന്ന എവിടെ നിന്നാണ്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ നമ്മളിവിടെ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഓക്കെ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ലഭിച്ചിരിക്കുന്ന എത്ര രൂപയാണ്? 8,000 രൂപയാണ്. Then മറ്റ് ഇൻഫർമേഷൻ ഇറ്റ്സ് റിഗാർഡിംഗ് ഡ്രോയിങ്സ്. വിത്ഡ്രോവൽ മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദി ഇയർ, ദറ്റ് ഈസ് 3,500 അല്ലേ. 3,500 അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പേഴ്സണൽ പർപ്പസിന് പിൻവലിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദിസ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. നമുക്കറിയാം ഡ്രോയിങ്സ് എപ്പോഴും ക്യാപിറ്റലിന്റെ വോളിയം കുറയ്ക്കുന്ന ഐറ്റമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സോ ഇവിടെ two drawings, that is 3,500. ഓക്കെ, ദെൻ മറ്റൊരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. സോ നമുക്കറിയാം ഡ്രോയിങ്സിനെ പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റലിന്റെ അളവ് കുറയ്ക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് വാസ് 475. ഓക്കെ, സോ ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഗ്രേറ്റർ സൈഡ് ഐഡന്റിഫൈ ചെയ്യുന്നു. നോ ഡൗട്ട് ഇറ്റ്സ് ലാബിലിറ്റി ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. സോ 35,000 ഇൻറ്റു 35,000 പ്ലസ് 3,500 plus 8,000. So this will result 46,500. Okay, 500. Okay, സെയിം ടോട്ടൽ ഞാൻ ഇവിടെ എടുത്ത് എഴുതി 46,500. ഈ 46,500 നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 46,500 നിന്ന് ഈ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 46,500 മൈനസ് 3,500 മൈനസ് 475 ചെയ്തപ്പോൾ എനിക്ക് 42,525 രൂപ. ഓക്കെ, 42,525 എനിക്ക് ബാലൻസ് കിട്ടി. ദിസ് ഈസ് കോൾഡ് ടു ബാലൻസ് carry down. So this is called closing capital. ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലുള്ള എന്തായിരുന്നു? യു ഹാവ് ടു അസർട്ടൈൻ, ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. സോ 35,000 രൂപയായിട്ട് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എൻഡിൽ അയാളുടെ ക്യാപിറ്റൽ എത്രയായിട്ടുണ്ട്? സോ 35,000 എന്നുള്ള ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് ഇപ്പോൾ 42,525 എത്തി നിൽക്കുന്നു. ഓക്കെ, ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On 1st January 2004, Arun and Anil entered into partnership, contributing 20,000 and 30,000. രണ്ടുപേർ ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവർ 20,000 രൂപയും 30,000 രൂപയും ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ആൻഡ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 2:1. 2:1 റേഷ്യോയിലാണ് അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. ദെൻ അരുൺ ഈസ് അലൗഡ് എ സാലറി ഓഫ് 6,000 പെർ ഇയർ. അരുണിന് 6,000 രൂപ സാലറി പെർ ഇയർ. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് അറ്റ് 5% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർക്കും എന്ത് ചെയ്യാം? അവരുടെ ക്യാപിറ്റലിന്റെ മുകളിൽ 5% ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ്. അനിൽ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് എ കമ്മീഷൻ ഓഫ് 2,000. അനിലിന് 2,000 രൂപ കമ്മീഷൻ കൊടുക്കേണ്ടതുണ്ട്. ദെൻ ഡ്യൂറിംഗ് ദി ഇയർ അനിൽ വിഡ്രൂ 2,000 ആൻഡ് അരുൺ 2,500. രണ്ടുപേരും അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിന് പണം പിൻവലിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ദി സെയിം ബീയിങ് 40 ആൻഡ് 50 റെസ്പെക്റ്റീവ്ലി. ആ ഡ്രോയിങ്സിന്റെ മുകളിൽ ബിസിനസ് ചാർജ് ചെയ്ത ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 40 രൂപയും 50 രൂപയും ആണ്. ദെൻ പ്രോഫിറ്റ് ഇൻ 2004 ബിഫോർ ദി അബോ അഡ്ജസ്റ്റ്മെന്റ് വാസ് 15,000 എന്ന് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് 15,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ. ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ആണ്. നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഇതിലെ എല്ലാ ഇൻഫർമേഷനും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതില്ല. അപ്പം അറിഞ്ഞിരിക്കണം ഏതൊക്കെ എമൗണ്ടുകൾ നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഒരിക്കലും അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അതായത് ഈ 20,000 അതുപോലെ ഈ 30,000 ഒന്നും നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. അതുപോലെ ഡ്രോയിങ്സ് എമൗണ്ട്, ഇവിടെ 2,000 2,500 ഡ്രോയിങ്സ് ഉണ്ട്. ഈ എമൗണ്ടിനെയും ഒരിക്കലും നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. കാരണം തന്ന ഇൻഫർമേഷൻസിനെ അക്കൗണ്ട്സിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്, പക്ഷെങ്കിൽ അത് മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സോ ദിസ് ഈസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ റെഫർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ കാണാം profit before, okay, profit before the above adjustment, that is 15,000. ഈ 15,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവരാം. നമുക്കറിയാം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ഐറ്റങ്ങളെ സാധാരണ കാണാറുള്ളൂ. ഒന്ന് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നെക്സ്റ്റ് ഐറ്റം. കാരണം പ്രോഫിറ്റ് കൂടുന്ന ഒരു ഐറ്റമാണ്, ബിസിനസ്സിലേക്ക് വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പം അരുൺ 50 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അടച്ചത്, അനിൽ 40 രൂപയാണ്, ടോട്ടൽ 90 rupees ആണ് വന്നിരിക്കുന്നത്. ദെൻ ഇതിൽ നിന്ന് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു സാലറി ടു അരുണ് നമ്മൾ 6,000 രൂപ സാലറി കൊടുക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്തു. ദെൻ കമ്മീഷൻ കൊടുക്കുന്നു, അനിലിന് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നു 2,000 രൂപ, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്നൊരു ഔട്ട്ഫ്ലോ ആണ്, അതുകൊണ്ട് അതിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് വരുന്നത് 5% ആണ്. അപ്പം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ക്യാപിറ്റൽ എമൗണ്ട് ഇൻറ്റു 5%. ഓക്കെ, നമുക്ക് നോക്കാം ക്യാപിറ്റൽ എത്രയാണുള്ളത്. ക്യാപിറ്റൽ ഉള്ളത് 20,000 അതുപോലെ തന്നെ 30,000 ആണ്. ഓക്കെ, അപ്പോൾ അനിലിന് 20,000 ഇൻറ്റു 5%, അപ്പം 1,000 രൂപയാണ് കിട്ടുക. അനിലിന് 30,000 ഇൻറ്റു 5%, അപ്പോൾ 1,500 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ 2,500 നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എടുത്തു. അത് 15,900 ആണ്, 15,900 രൂപയാണ്. സെയിം ടോട്ടൽ എടുത്ത് നമ്മൾ ഡെബിറ്റ് സൈഡിലിട്ടു. ഓക്കെ, ഈ 15,900 നിന്ന് 2,500 ഡിഡക്ട് ചെയ്തു, 2,000 രൂപ ഡിഡക്ട് ചെയ്തു, 6,000 രൂപ ഡിഡക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ബാലൻസ് ആണ് 4,590. ഓക്കെ, 4,590 രൂപ. ദിസ് ഇസ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, പ്രോഫിറ്റ് ആഫ്റ്റർ ഓൾ ദീസ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അപ്പം ഈ പ്രോഫിറ്റിനെ, ബാക്കി വന്ന പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കും. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അരുണ് കിട്ടുന്ന എമൗണ്ട്, ഈ എമൗണ്ട് ഇൻറ്റു 2/3. ദെൻ അനിലിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ദിസ് പ്രോഫിറ്റ് ഇൻറ്റു 1/3. സോ ആ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോഫിറ്റ് നേരെ പോകുന്നത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആയിരിക്കും.